എന്നുള്ളത് സമരമൊക്കെയാണ്. തീർച്ചയായിട്ടും ഇവരുടെ സമരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇവരുടെ സമരമല്ല, ഞങ്ങളുടെ സമരമാണ്. ഞാനും ഇവിടെയുള്ള ഒരു അംഗം തന്നെയാണ്. നമ്മൾക്കറിയാലോ, ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് മുനമ്പം തോറ്റാൽ ഇന്ത്യ തോറ്റു എന്നുള്ളതാണ്. ഇത് ഞങ്ങളിപ്പോൾ ഈ സമരത്തെ കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ വഖഫ് നിയമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ മതേതര മൂല്യങ്ങൾക്കെല്ലാം കടക്കൽ കത്തിവെക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുനമ്പത്തെ ഈ നീതിക്ക് വേണ്ടിയുള്ള സമരം തോറ്റു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ തോൽവിയാണ്, മതേതരത്തിൻ്റെ തോൽവിയാണ്. 100 ദിവസമൊന്നും ഞങ്ങൾക്ക് അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെയും അങ്ങോളമുള്ള ആളുകൾ, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളിപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇപ്പോൾ സർക്കാർ വെച്ച് നീട്ടിയിരിക്കുന്ന കമ്മീഷനിലാണ്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തന്നെ കരുതുന്നു. പക്ഷേ അതിലുപരിയായിട്ട് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ഇത്രയും നാൾ ഈ സങ്കടക്കടലിലൂടെ നീന്തി കയറുന്നത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പാഠമായിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വഖഫ് നിയമം ഭേദഗതി ചെയ്യാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല. കാരണം ചില ആളുകൾ, പല രാഷ്ട്രീയക്കാരും പറയുന്നത് ഇത് വഖഫ് ബോർഡ് എടുത്തൊരു തീരുമാനമാണ്. വഖഫ് ബോർഡ് എടുക്കണമെങ്കിൽ അതിനൊരു ബേസ് വേണമല്ലോ. ആ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള വഖഫ് ആക്റ്റാണ്. അപ്പോൾ ആക്റ്റ് മാറാതെ യാതൊരു വിധത്തിലുള്ള ഒരു സൊല്യൂഷനും ഇന്ത്യ രാജ്യത്തിന് കിട്ടില്ല. ഞങ്ങളെപ്പോലെ ഔഷധം അനുഭവിക്കുന്ന, ഈ നിയമം മൂലം കഷ്ടപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ ആൾക്കാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുനമ്പം തോറ്റാൽ ഇന്ത്യ തോറ്റു. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഇത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമരമാണ്, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമരമാണ്. ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മുനമ്പത്തെ ജനതയോട് ചോദിക്കുക. ഇന്ന് മുനമ്പം ജനത വഖഫ് ആക്റ്റിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന പോലെ മറ്റാരെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലെ സംശയമാണ്. ഈ ഏറ്റവും വലിയ സമര നേതാവായ ഈ ആൻറ്റി മുതൽ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇതിനെക്കുറിച്ച് ഇതാണ്. പണ്ടൊരു ഫാറൂഖാണ് ഞങ്ങളുടെ യൗവനവും ബാല്യവും ഞങ്ങളുടെ കളഞ്ഞതെങ്കിൽ ഇപ്പോൾ ഒരു വഖഫാണ്. ഇനി ഒരിക്കലും ഈ ഇന്ത്യ രാജ്യത്തെ ഒരു മനുഷ്യനും ഈ ഒരു ഗതി ഉണ്ടായിരിക്കാൻ വേണ്ടി വഖഫ് ആക്ട് അമെൻമെൻറ്റ് ചെയ്യണം. മുൻകാല പ്രാബല്യത്തിലൂടെ ഞങ്ങളുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഈ 100-ാം ദിവസം ഉറക്കെ ഈ രാജ്യത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ, നിങ്ങളെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കമ്മീഷനാണ്. കമ്മീഷൻ നിങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? കമ്മീഷൻ ഇതുവരെ ഇവിടെ, കഴിഞ്ഞ ജനുവരി 4-ാം തീയതി ഇവിടെ വന്ന് ഇതേ വേദിയിൽ ഞങ്ങളോട് പറഞ്ഞത്, കമ്മീഷൻ പറഞ്ഞ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കാര്യങ്ങളാണ് അദ്ദേഹം ഉറക്കെ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഇത് വഖഫ് ആണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണെങ്കിൽ ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ പകുതി കഴിഞ്ഞു. അപ്പോഴും ഞാനൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, എന്നോടൊപ്പം ഇതേ സമാന ചിന്താധികാരമുള്ള ഈ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നു, വഖഫ് ആക്ട് അമെൻഡ് ചെയ്യണം, ചെയ്യാതെ നിവൃത്തിയില്ല. എന്നല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഉറക്കെ പറയുന്നത് വഖഫ് ആക്ട് അമെൻഡ് ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇപ്പോൾ PV അൻവർ, മുൻ MLA PV അൻവർ